വിശകലനങ്ങളുമായി ആർ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഈ പി ആർ ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ദ ഹിന്ദുവിന് നൽകാമെന്നുള്ള കാര്യം അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുവിൻ്റെ പ്രതിനിധി പോയത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട ചോദ്യം, ഈ പി ആർ ഏജൻസി ഈ ഉത്തരം മുഖ്യമന്ത്രിക്ക് വേണ്ടി നൽകുന്നതിന് ആരാണ് പി ആർ ഏജൻസിയെ ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ പി ആർ ഏജൻസിയുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള ഒരു പിഴവുണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലേ പറയേണ്ടത്? ബിനില് ഈ മുഖ്യമന്ത്രിയുടെ അഭിമുഖം തെറ്റായി വ്യാഖ്യാനിച്ചു, വക്രീകരിച്ചു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി ദ ഹിന്ദുവിൻ്റെ പത്രാധിപർക്ക് അയച്ച കുറിപ്പ് അത് മുഖ്യമന്ത്രിക്ക് തന്നെ തിരിച്ചടിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു എന്ന് വേണം ഹിന്ദുവിൻ്റെ വിശദീകരണ കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം ഹിന്ദുവിൻ്റെ അഭിമുഖം ചിത്രീകരിച്ചത് ഒരു പി ആർ ഏജൻസിയുടെ അംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള, ദേശീയ തലത്തിൽ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കെയ്സൺ എന്ന പി ആർ ഏജൻസിയുടെ സാന്നിധ്യത്തിൽ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ അവിടെ ക്രമീകരിച്ചത്. ഹിന്ദുവിൻ്റെ ലേഖികയായ ശോഭന കെ നായരാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുത്ത് ഇന്നലത്തെ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. ഈ ശോഭന കെ നായരോടൊപ്പം കെയ്സൺ എന്ന പി ആർ ഏജൻസിയുടെ 2 പ്രവർത്തകർ കൂടി ഉണ്ടായിരുന്നു. അവർ പിന്നീട് ഈ ഹിന്ദുവിൻ്റെ ലേഖികയോട് പറഞ്ഞു, അഭിമുഖം എടുത്ത ലേഖികയോട് പറയുന്നു, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അഭിമുഖത്തിൽ ഉൾപ്പെടുത്തണം. അവർ എഴുതി നൽകിയ കുറിപ്പാണ് ഈ ലേഖനത്തിൽ, ഈ അഭിമുഖത്തിൽ ചേർത്തത്. അത് ഒരു മാധ്യമ മര്യാദയുടെ ലംഘനമാണ് എങ്കിൽ അതിൽ തങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഹിന്ദുവിൻ്റെ വിശദീകരണം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ദേശീയ പി ആർ ഏജൻസികളുടെ കൂടി ഇടപെടലിലൂടെ നടത്തിയ അഭിമുഖമാണ് ഈ വിധം വിവാദത്തിലകപ്പെട്ടിരിക്കുന്നത്, ഈ വിധം കുഴപ്പത്തിലായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ വിവാദ അഭിമുഖത്തിനുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഒരു വിയോജനക്കുറിപ്പുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസും കളത്തിലിറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയതും ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നു. അതായത് ഇപ്പോൾ സർക്കാരിനെതിരെ ഭരണപക്ഷ എം എൽ എ അടക്കം ആരോപണങ്ങൾ ഉന്നയിച്ച് ADGP RSS കൂടിക്കാഴ്ച വിവാദം അടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി സർക്കാരിനെ വിവാദത്തിലാക്കി നിൽക്കെ, മുഖ്യമന്ത്രി ആരോപണങ്ങളുടെ കേന്ദ്രബിന്ദുവായി മാറി നിൽക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ നടത്തിയ ഇടപെടലാണ്, ഒരു പി ആർ ഏജൻസിയുടെ സഹായത്തോടുകൂടി ദേശീയ തലത്തിൽ നടത്തിയ ഇടപെടലാണ് ഇത്തരത്തിൽ വിവാദമായിരിക്കുന്നത് എന്നതിന് കൂടി മുഖ്യമന്ത്രി ഉത്തരം പറയണം. മാധ്യമ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ അഭിമുഖം ഏറെ ഉയർത്തുന്നുണ്ട് എന്നത് വേറൊരു കാര്യം. എന്നാൽ ഇത്തരത്തിൽ തന്നെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ നടത്തിയ ശ്രമവും ആ പി ആർ ഏജൻസി എഴുതി നൽകിയ ഉത്തരവുമാണ് ഇവിടെ വിവാദമുണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ് ഒരു കാര്യം. ഇതോടൊപ്പം തന്നെ ഈ പി ആർ ഏജൻസിക്ക് ഇതിന് ആധാരമായ കാര്യങ്ങൾ ആരാണ് എഴുതി കൊടുത്തത്? അപ്പോൾ പി ആർ ഏജൻസിയെ നിയന്ത്രിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ പ്രസ് റിലേഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകളും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പി ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി നിലവാരത്തിലുള്ള ഒരു നേതാവാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. അങ്ങനെയുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായി നടന്ന അഭിമുഖമാണ് ഇவ்விധം കുളമായിരിക്കുന്നത്, ഇவ்விധം വിവാദമായിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഹിന്ദുവിൻ്റെ അഭിമുഖം ദുർവ്യാഖ്യാനം ചെയ്ത് എഴുതിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകിയ വിശദീകരണ കുറിപ്പ് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ കരുതാൻ. അതായത് അതൊരു ബൂമറാങ്ങായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രസ് സെക്രട്ടറി PM മനോജ് പുറത്തിറക്കിയിട്ടുള്ള ഈ വിശദീകരണ കുറിപ്പ്, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ പത്രാധിപർക്ക് നൽകിയിട്ടുള്ള ഈ തിരുത്തൽ ആവശ്യപ്പെട്ടുള്ള കത്ത് തന്നെ ഒരു ബൂമറാങ്ങായി മാറിയിരിക്കുകയാണ്. കൂടുതൽ മറുപടി പറയേണ്ട ഘട്ടത്തിലേക്ക് CPIM സർക്കാരും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചെന്നെത്തിയിരിക്കുകയാണ് അല്ലേ? അതായത് ഭരണപക്ഷത്തിലുള്ള MLA ആയ PV അൻവർ MLA ഉന്നയിച്ച ആക്ഷേപങ്ങൾ, ആ ആക്ഷേപങ്ങൾ സർക്കാരിനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന മട്ടിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് CPIM നേതൃത്വവും ഭരണ നേതൃത്വവും മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ കാര്യങ്ങൾ അതല്ല സ്ഥിതി. ദേശീയ തലത്തിൽ ADGP RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ മലപ്പുറത്തെ പോലീസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ വലിയ തോതിൽ ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു വിഷമഘട്ടത്തിൽ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനായുള്ള ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. ആ ഇടപെടൽ ഒരു പി ആർ ഏജൻസി ഉണ്ട്. ആ പി ആർ ഏജൻസിയുടെ സാന്നിധ്യത്തിലാണ് ദേശീയ ദിനപത്രമായ, അതായത് നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ദേശീയ ദിനപത്രമായ ഹിന്ദുവിൻ്റെ ലേഖികയോടൊപ്പം അഭിമുഖത്തിൽ ഈ പി ആർ ഏജൻസിയുടെ 2 പ്രവർത്തകരുടെ സാന്നിധ്യം കൂടി ഉണ്ടാകുന്നു. ആ കാര്യമാണ് മലപ്പുറത്തെ ദില്ലിയിൽ നിന്ന്